ബാധിച്ചത്. അതിൽ ഉറവിടമറിയാത്തത് 105 പേരുണ്ട്. വിദേശത്ത് നിന്ന് വന്ന 62 പേരുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 72 പേരുണ്ട്. ഹെൽത്ത് വർക്കർമാർ 36 ഉണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനകം 21,625 പരിശോധനകളാണ് നടന്നത്. ജില്ലകളിൽ പോസിറ്റീവായവരുടെ കണക്ക്: തിരുവനന്തപുരം 297, മലപ്പുറം 242, കോഴിക്കോട് 158, കാസർഗോഡ് 147, ആലപ്പുഴ 146, പാലക്കാട് 141, എറണാകുളം 133, തൃശ്ശൂർ 32, കണ്ണൂർ 30, കൊല്ലം 25, കോട്ടയം 24, പത്തനംതിട്ട 20, വയനാട് 18, ഇടുക്കി 4. കോവിഡ് പ്രതിരോധത്തിനൊപ്പം എലിപ്പനി, ഡെങ്കിപ്പനി എന്നിവയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ തീരപ്രദേശങ്ങളിൽ കോവിഡ് രോഗവ്യാപനം തുടരുകയാണ്. 6 ക്ലസ്റ്ററുകളിലാണ് രോഗം വർദ്ധിക്കുന്നത്. കടക്കരപ്പള്ളി, ചെട്ടിക്കാട്, പുന്നപ്ര നോർത്ത്, അമ്പലപ്പുഴ സൗത്ത്, വെട്ടക്കൽ, പാണാവള്ളി. കോട്ടയം ജില്ലയിൽ അതിരമ്പുഴ, ഏറ്റുമാനൂർ മേഖലകളിൽ കോവിഡ് സമ്പർക്ക വ്യാപനം ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഏറ്റുമാനൂർ ക്ലസ്റ്ററിൻ്റെ ഭാഗമായിരുന്ന അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേക ക്ലസ്റ്ററായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഫോർട്ട് കൊച്ചി ക്ലസ്റ്ററിൽ രോഗവ്യാപനം തുടരുകയാണ്. മട്ടാഞ്ചേരി, പള്ളുരുത്തി, കുമ്പളങ്ങി മേഖലകളിലാണ് കൂടുതൽ കേസുകളുള്ളത്. കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലെ വ്യവസായശാലകൾക്ക് പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ പ്രവർത്തിക്കാൻ അനുമതി നൽകൂ. ജില്ലയിലെ അടഞ്ഞുകിടക്കുന്ന മാർക്കറ്റുകൾ മാർഗനിർദ്ദേശം പാലിച്ചുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കും. തൃശ്ശൂർ ജില്ലയിൽ മങ്കര, മിണാലൂർ ക്ലസ്റ്ററുകൾ പുതുതായി രൂപം കൊണ്ടു. കോഴിക്കോട് ഒരു വീട്ടിൽ തന്നെ 5-ലേറെ പേർ രോഗികളായ 24 വീടുകൾ കോർപ്പറേഷൻ പരിധിയിലുണ്ട്. പുറത്തുപോയി വരുന്നവർ വീടുകൾക്കുള്ളിലും കോവിഡ് മുൻകരുതൽ സ്വീകരിക്കേണ്ടത് നിർബന്ധമാണ്. മത്സ്യബന്ധനത്തിനെത്തിയ 68 അതിഥി തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയുണ്ടായി. അതിഥി തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനെത്തി കടലിൽ തന്നെ ബോട്ടിൽ കഴിഞ്ഞുകൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാതെയും പാസ് ഇല്ലാതെയും വരുന്ന തൊഴിലാളികളെ മത്സ്യബന്ധനത്തിന് അനുവദിക്കാനാവില്ല. ബേപ്പൂർ മേഖലയിൽ പോലീസ് നിരീക്ഷണം ശക്തിപ്പെടുത്തും. കോഴിക്കോട് ബീച്ച് ആശുപത്രി കോവിഡ് ആശുപത്രിയാക്കി മാറ്റി. ആശുപത്രിയിലെ ഡയാലിസിസ് സെൻറ്റർ
അവിടെ നിലനിർത്തിയിട്ടുണ്ട്. രോഗികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കോവിഡ് വാർഡുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഡയാലിസിസ് സെൻ്ററിലേക്ക് ആശുപത്രിക്കുള്ളിൽ നിന്നുള്ള പ്രവേശനം പൂർണ്ണമായും അടച്ചു. ആശുപത്രി കോമ്പൗണ്ടിൽ നേരെ ഡയാലിസിസ് സെൻ്ററിലേക്ക് പ്രവേശിക്കാൻ റാമ്പ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, DSC, ആസ്റ്റർ മിംസ് എന്നിവിടങ്ങളിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. സമ്പർക്കം വഴിയുള്ള രോഗബാധ കൂടുതൽ കണ്ടെത്തിയതിനെ തുടർന്ന് ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൂടുതൽ പ്രദേശങ്ങൾ പൂർണ്ണമായി അടച്ചിട്ടു. 10 ദിവസത്തിനകം 1146 രോഗികളിലാണ് കാസർഗോഡ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. കാസർഗോഡ് ബീച്ച് ക്ലസ്റ്ററുമായി ബന്ധപ്പെട്ട ആളുകളിലുള്ള രോഗബാധ വർദ്ധിക്കുകയാണ്. ഇതുവരെയായി കാസർഗോഡ് ബീച്ച് ക്ലസ്റ്ററിൽ 128 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് പ്രതിരോധ മേഖലയിലെ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരുമായി ചേർന്ന് പോലീസ് നടത്തുന്ന കോൺടാക്റ്റ് ട്രേസിംഗ് പൊതുജനങ്ങൾ സ്വാഗതം ചെയ്യുന്നതായാണ് അനുഭവം. കോൺടാക്റ്റ് ട്രേസിംഗ്, കണ്ടെയ്ൻമെൻറ്റ് സോൺ കണ്ടെത്തൽ എന്നീ പ്രവർത്തനങ്ങൾ കൂടുതൽ കൃത്യതയോടെ ചെയ്യാനും തീരുമാനമായി. രോഗവ്യാപനം വർദ്ധിക്കുന്ന തിരുവനന്തപുരം, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ പോലീസ് നടപടികൾ കൂടുതൽ കർശനമാക്കും. IG അശോക് യാദവ്, DIG S സുരേന്ദ്രൻ എന്നിവർ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്ത് ആ ജില്ലയിലെ പോലീസ് നടപടികൾ ഏകോപിപ്പിക്കും. മാസ്ക് ധരിക്കാത്തതിന് നടപടി നേരിട്ടവരുടെ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കും. മാസ്ക് ധരിക്കാത്തതിന് രണ്ടാമതും പിടിയിലാകുന്നവരിൽ നിന്ന് പിഴയായി 2000 രൂപ വീതം ഈടാക്കും. തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ സ്വയം നിശ്ചയിച്ച് നിയന്ത്രണം ഏർപ്പെടുത്താൻ ജനം മുൻകൈയെടുത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ മാതൃക ജനമൈത്രി പോലീസിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തും. ജനമൈത്രി പോലീസിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്തെമ്പാടും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നിരീക്ഷണവും ശക്തിപ്പെടുത്തും. ഇതിൽ നാട്ടുകാരുടെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. റെസിഡൻസ് അസോസിയേഷനുകളെടുത്ത് അവരുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും നടപടികളെടുക്കും. സ്വയം രക്ഷയ്ക്ക് മാത്രമല്ല, മറ്റുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനു കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുന്നത് എന്ന സന്ദേശം വ്യാപകമായി പ്രചരിപ്പിക്കും. മാസ്ക് ധരിക്കൽ, സാമൂഹ്യ അകലം പാലിക്കൽ, അതുപോലുള്ള കാര്യങ്ങളുടെ പ്രാധാന്യം ഒന്നുകൂടി വ്യക്തമാക്കും വിധമുള്ള ബോധവൽക്കരണ നടപടികളാണ് സ്വീകരിക്കുക. തീരദേശ മേഖലയിലെ
പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ഘടകങ്ങൾ പരിഗണിച്ച് പ്രത്യേക പദ്ധതി നടപ്പിലാക്കും. കൊല്ലം റൂറലിൽ വിജയകരമായി നടപ്പിലാക്കിയ മാർക്കറ്റ് കമ്മിറ്റി, മാർക്കറ്റ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ്, ഈ സംവിധാനങ്ങൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും. ഇത് വളരെ ഫലപ്രദമാണെന്നാണ് കണ്ടിട്ടുള്ളത്. മാർക്കറ്റിലുള്ള കച്ചവടക്കാരുടെ പ്രതിനിധികൾ കൂടി ഉൾക്കൊള്ളുന്നൊരു സംവിധാനമായിട്ടാണിത് വരിക. തൃശ്ശൂർ സിറ്റിയിൽ നിലവിലുള്ള മാതൃകയിൽ മാർക്കറ്റ് മാനേജ്മെൻറ്റ് സംവിധാനം സംസ്ഥാനത്തെ എല്ലാ വലിയ മാർക്കറ്റുകളിലും നടപ്പിലാക്കും. സംസ്ഥാനത്തിന് വെളിയിൽ നിന്ന് ചരക്കുമായി എത്തുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് സുരക്ഷിതവും അണുവിമുക്തവുമായ താമസ സൗകര്യം ഏർപ്പെടുത്തുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. നേരത്തെ നമ്മൾ പൊതുവിൽ നിർദ്ദേശിച്ചതാണിത്. പക്ഷേ ഏറ്റവും മാതൃകാപരമായി നടപ്പാക്കിയതായി കാണുന്നത് തൃശ്ശൂരാണ്. ആ മാതൃക എല്ലായിടങ്ങളിലും നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൊല്ലം സിറ്റിയിലെ മാതൃകയിൽ സംസ്ഥാനത്തെ എല്ലാ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലും ക്ലോസ്ഡ് ഗ്രൂപ്പുകൾക്ക് രൂപം നൽകും. മാസ്ക് ധരിക്കാത്ത 6954 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറൻറ്റൈൻ ലംഘിച്ച 10 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. കാലവർഷത്തിൻ്റെ സ്ഥിതി വരും ദിവസങ്ങളിൽ കേരളത്തിൽ മഴ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ദ്വൈവാര പ്രവചനത്തിൽ അടുത്തയാഴ്ച കേരളത്തിൽ സാധാരണ മഴയാണ് പ്രവചിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 13 മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് കേരളത്തിലെ കാലാവസ്ഥയെ നേരിട്ട് ബാധിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ന്യൂനമർദ്ദത്തിൻ്റെ രൂപീകരണ സാധ്യതയും വികാസവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. നദികളിലെ ജലനിരപ്പ് അപകടനിരപ്പിൽ നിന്ന് താഴ്ന്നിട്ടുണ്ട്. വെള്ളക്കെട്ട് രൂപപ്പെട്ട ഇടങ്ങളിലെല്ലാം സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലയിൽ എവിടെയെങ്കിലും പ്രവചനങ്ങൾ തെറ്റിച്ച് മഴ ശക്തിപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ പ്രത്യേക ഇടപെടലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ സംവിധാനം ഒരുക്കിയിരുന്നു. കോവിഡ് ക്വാറൻറ്റൈനിലുള്ളവർക്കായി പ്രത്യേകം ക്യാമ്പുകളും ഒരുക്കിയിരുന്നു. മഴക്കെടുതിയെ തുടർന്ന് സംസ്ഥാനത്താകെ 493 ക്യാമ്പുകൾ ഇന്ന് ഉച്ചവരെ തുറന്നു. അതിൽ 21,205 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. മഴ കുറഞ്ഞതോടെയും വെള്ളം ഇറങ്ങിയതോടെയും പലരും വീടുകളിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരികെ വീടുകളിലേക്ക് പോകുന്നവർ പാലിക്കേണ്ട മുൻകരുതലുകൾ എല്ലാം പാലിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.
രാജമല പെട്ടിമുടി ദുരന്ത മേഖലയിൽ നിന്നും 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ചൊവ്വാഴ്ച രാവിലെ തുറന്ന തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ ലഭിച്ചത്. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 52ആയി. പരിസ്ഥിതി ആഘാത വിജ്ഞാപനത്തിൻ്റെ കരട് ദൂരവ്യാപകവും വിപരീതവുമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുന്നതാണ്. അതിലെ പല നിർദ്ദേശങ്ങളോടും യോജിക്കാനാവില്ല എന്നതാണ് സംസ്ഥാനത്തെ നിലപാട്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കൂടുതൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തി മാത്രമേ അന്തിമ തീരുമാനത്തിലെത്താവൂ. ഇതിനു പുറമെ സംസ്ഥാനത്തിൻ്റെ സാഹചര്യം കൂടി പരിശോധിച്ച് ചില കാര്യങ്ങളിൽ മാറ്റം വേണമെന്ന അഭിപ്രായം പ്രത്യേകമായി പറയുന്നുണ്ട്. പ്രധാനമായും ഖനനാനുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ ഭേദഗതിയാണ് സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നത്. ഇടത്തരം വിഭാഗത്തിലെ കാറ്റഗറി B1-ൽ 5 ഹെക്ടറിൽ കൂടുതൽ 100 ഹെക്ടർ വരെ എന്ന വ്യവസ്ഥയാണ് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതായത് 5 ഹെക്ടറിനും 100 ഹെക്ടറിനുമിടയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുമ്പോൾ പരിസ്ഥിതി ക്ലിയറൻസ് ആവശ്യമാണ്. ഇതിൽ 5 ഹെക്ടർ എന്നത് 2 ഹെക്ടർ എന്നാക്കി ഭേദഗതി ചെയ്യണമെന്നാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം. അതായത് 2 ഹെക്ടറിന് മുകളിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുമ്പോൾ പരിസ്ഥിതി ക്ലിയറൻസ് ആവശ്യമായി വരും. 2 ഹെക്ടറിന് താഴെയുള്ള ചെറുകിട ആവശ്യങ്ങൾക്ക് നിലവിലുള്ള ആനുകൂല്യം തുടരും. പദ്ധതികളുടെ അനുമതിക്ക് മുൻപ് പബ്ലിക് ഹിയറിങ്ങിനായി നിലവിൽ അനുവദിച്ചിട്ടുള്ള സമയം പുതിയ കരട് വിജ്ഞാപനത്തിൽ 20 ദിവസമായി കുറച്ചിട്ടുണ്ട്. എന്നാൽ ഇത് 30 ദിവസം തന്നെയായി നിലനിർത്തണമെന്നാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം. ഇത്രയും കുറഞ്ഞ സമയം പല മേഖലകളിലും പര്യാപ്തമല്ല. ചെറുകിട പദ്ധതികൾക്ക് അനുമതി നൽകുന്നതിന് മുൻപുള്ള വിശദമായ പരിശോധന നടത്തുന്ന സംവിധാനമായിരുന്നു ജില്ലാ പാരിസ്ഥിതിക ആഘാത നിർണയ സമിതികൾ. ഇതിനു പുറമെ സംസ്ഥാന തലത്തിൽ കൈകാര്യം ചെയ്യേണ്ട അപേക്ഷകളിൽ ജില്ലാതല സമിതികൾക്ക് നിർണായക പങ്കുണ്ട്. ഈ സമിതികളെ കരട് വിജ്ഞാപനത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. ജില്ലാതല സമിതികളെ നിലനിർത്തണമെന്നതാണ് നമ്മുടെ ആവശ്യം. കോവിഡ്-19 വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, ലോകമൊന്നാകെ സാമ്പത്തികമായ വലിയ വെല്ലുവിളിയാണ് അത് ഉയർത്തിയിരിക്കുന്നത്. ഈ പ്രതിസന്ധിയെ കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റെടുത്ത വികസന പ്രവർത്തനങ്ങൾ തടസ്സങ്ങൾ മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോകാനും പുതിയ പദ്ധതികളും നിക്ഷേപങ്ങളും കൊണ്ടുവരാനുമാണ് ശ്രമിക്കുന്നത്. സംസ്ഥാനത്തെ കൂടുതൽ സംരംഭക സൗഹൃദമാക്കുന്നതിനായി രൂപം നൽകിയ
കെ സ്വിഫ്റ്റ്, കേരള സിംഗിൾ വിൻഡോ ഇൻ്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ക്ലിയറൻസസ് എന്ന ഏകജാലക സംവിധാനം വഴി 2547 സൂക്ഷ്മ ചെറുകിട ഇടത്തരം MSME സംരംഭങ്ങൾക്ക് സർക്കാർ അംഗീകാര പത്രങ്ങൾ നൽകി. MSMEക്ക് പുറത്ത് 361 സേവനങ്ങൾക്കുള്ള അംഗീകാരവും കെ സ്വിഫ്റ്റ് വഴി നൽകിയിട്ടുണ്ട്. 717 കോടി 80 ലക്ഷം രൂപയുടെ നിക്ഷേപമാണ് ഇതിലൂടെ വരുന്നത്. 2020 ജൂലൈ 22 വരെയുള്ള 2378 അപേക്ഷകളിന്മേൽ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. ബിസിനസ് അന്തരീക്ഷം അനായാസമാക്കുന്നതിനുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പരിഷ്കരണ നടപടികളുടെ ഭാഗമായി രൂപം നൽകിയ കെ സ്വിഫ്റ്റിലേക്ക് സംരംഭകർ നിക്ഷേപ നിർദ്ദേശങ്ങൾ പൊതു അപേക്ഷാ ഫോമിൽ സമർപ്പിച്ചാൽ മതി. സംരംഭവുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കൽ, ഓൺലൈനായി പണമടക്കൽ, അപേക്ഷയുടെ തൽസ്ഥിതി നിർണയം, അന്തിമ അനുമതി പത്രം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം കെ സ്വിഫ്റ്റിലുള്ളതുകൊണ്ട് കാലതാമസം ഒഴിവാക്കാൻ സാധിക്കുന്നു. തിരുവനന്തപുരമാണ് സംസ്ഥാനത്ത് കെ സ്വിഫ്റ്റ് വഴി MSMEകൾക്കായി ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വന്ന ജില്ല. കെ സ്വിഫ്റ്റിനെ 10 കോടി രൂപ വരെ നിക്ഷേപമുള്ള പദ്ധതി നിർദ്ദേശങ്ങൾക്ക് തൽക്ഷണം അനുമതി നൽകുന്ന തരത്തിൽ പരിഷ്കരിച്ചിട്ടുണ്ട്. സംരംഭങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ 15 സർക്കാർ വകുപ്പുകളെയും ഏജൻസികളെയും കെ സ്വിഫ്റ്റ് വഴി ബന്ധപ്പെടാം. KSEB, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, തൊഴിൽ, ജല അതോറിറ്റി, മലിനീകരണ നിയന്ത്രണ ബോർഡ്, അഗ്നിസുരക്ഷ, മൈനിങ് ആൻഡ് ജിയോളജി, സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റി, SCIA, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സസ് തുടങ്ങിയവയെല്ലാം ഇതിലുൾപ്പെടും. നിലവിൽ ഓൺലൈൻ സംവിധാനങ്ങളില്ലാത്ത വനം വകുപ്പ്, ഭൂഗർഭ ജലവകുപ്പ്, പഞ്ചായത്ത് ഡയറക്ടറേറ്റ്, നഗരകാര്യ വകുപ്പ്, ചീഫ് ടൗൺ പ്ലാനിംഗ് തുടങ്ങിയവയെ ബന്ധിപ്പിക്കാനുള്ള സംവിധാനവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യം, കൃഷി, റവന്യൂ, ദേശീയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി, തീരസംരക്ഷണ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇവയെല്ലാം കെ സ്വിഫ്റ്റിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്തും. അതിലൂടെ നടപടിക്രമങ്ങൾ കൂടുതൽ സുഗമമാക്കാനും ഔദ്യോഗിക ഇടപെടലുകൾ പരമാവധി കുറക്കാനും കഴിയും. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പ്രതിനിധികളുമായി വീഡിയോ കോൺഫറൻസ് വഴി ഇന്ന് സംസാരിച്ചു. സമ്പദ്ഘടന പുനരുജ്ജീവിപ്പിക്കാനും സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു അവരുടെ പൊതുവായ അഭ്യർത്ഥന. നാടിൻ്റെ സാമ്പത്തിക നില നല്ലതുപോലെ ചലിക്കണമെന്നത് ഏതൊരു സർക്കാരിൻ്റെയും ആഗ്രഹമാണ്. എന്നാൽ കോവിഡ് സാഹചര്യത്തിൽ മുൻകരുതലില്ലാതെ അതിലേക്ക് എടുത്തു ചാടാനാവില്ല. അതേസമയം ഇക്കാര്യത്തിൽ സർക്കാരിന് എതിരഭിപ്രായമില്ലെന്നും ആവശ്യമായ സഹായം നൽകുമെന്നും അറിയിച്ചു. സാധാരണ നിലയിലുള്ള സാമ്പത്തിക ചലനം ഉറപ്പാക്കാൻ സർക്കാർ
ആവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ സഹായം നൽകണമെന്നും പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിനെ സഹായിക്കണമെന്നുമുള്ള അഭ്യർത്ഥനയിൽ അനുഭാവപൂർവമായ സമീപനമാണ് CIIക്ക് വേണ്ടി പങ്കെടുത്ത എല്ലാവരും സ്വീകരിച്ചത്. അടുത്ത അക്കാദമിക് വർഷം സീറോ അക്കാദമിക് വർഷം ആക്കണമെന്ന ചർച്ച ദേശീയ തലത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അധ്യയനവും പരീക്ഷയും ഒഴിവാക്കുന്ന രീതിയാണ് സീറോ അക്കാദമിക് വർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. UGC ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മിക്ക സർവകലാശാലകളിലും കോളേജുകളിലും കഴിഞ്ഞ സെമസ്റ്ററുകളുടെ അവസാന ഭാഗങ്ങൾ ഓൺലൈൻ വഴിയാണ് പൂർത്തിയാക്കിയത്. എല്ലാ വിദ്യാർത്ഥികളിലും ഓൺലൈൻ പഠനം എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ ക്ലാസുകൾ ഉടനെ തുടങ്ങാവുന്ന സാഹചര്യം സംജാതമായിട്ടില്ല. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ ആരംഭിക്കാമെന്ന നിർദ്ദേശം ചില കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓൺലൈൻ രീതികളും തുടരേണ്ടി വരും. സംസ്ഥാന സർക്കാരിൻ്റെ മുൻഗണന സുരക്ഷയും വിദ്യാഭ്യാസവുമാണ്. സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന. വിശദമായ ചർച്ച നടത്തി ഇക്കാര്യത്തിൽ ആവശ്യമായ തീരുമാനം കൈക്കൊള്ളും. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ക്ലാസുകൾ റെഗുലർ ക്ലാസുകൾ പോലെ ടൈം ടേബിൾ അനുസരിച്ചാണ് നടത്തുന്നത്. അധ്യാപകർ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ ഉറപ്പുവരുത്തും. വിദ്യാർത്ഥികൾ ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അധ്യാപകരും ഉറപ്പുവരുത്തുന്നു. പുതിയ കേന്ദ്ര തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശദമായ പരിശോധനകൾ നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും. ഈ വർഷത്തെ ത്രിവത്സര പഞ്ചവത്സര LLB കോഴ്സുകളിലേക്ക് 60 വിദ്യാർത്ഥികളടങ്ങിയ ബാച്ചിന് മാത്രമേ അംഗീകാരം നൽകുകയുള്ളൂ എന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ്. ഇതുപ്രകാരം സംസ്ഥാനത്തെ 4 സർക്കാർ ലോ കോളേജുകളിലായി 240 സീറ്റുകൾ നഷ്ടപ്പെടും. ഈ സാഹചര്യത്തിൽ നഷ്ടപ്പെടുന്ന സീറ്റുകൾ മുഴുവൻ എഡീഷണൽ ബാച്ചുകൾ തുടങ്ങി നികത്താൻ സർക്കാർ തീരുമാനിച്ചു. ഫലത്തിൽ ഒരു സീറ്റ് പോലും കുറയില്ല എന്ന് മാത്രമല്ല, കൂടുകയാണ് ചെയ്യുക. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 88 ലക്ഷത്തോളം വരുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് 11 ഇനം പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടുന്ന ഓണക്കിറ്റ് വ്യാഴാഴ്ച വിതരണം ചെയ്തു തുടങ്ങും. 2000-ഓളം പാക്കിംഗ് കേന്ദ്രങ്ങളിൽ ഗുണനിലവാരവും തൂക്കവുമെല്ലാം പരിശോധിച്ച് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായത്തോടെയാണ് കിറ്റുകൾ തയ്യാറാക്കുന്നത്. പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാധനങ്ങൾ എത്തിച്ചേരുന്നതിനുണ്ടായ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്താണ് കിറ്റുകൾ തയ്യാറാക്കുന്ന ജോലികൾ നടന്നു വരുന്നത്. ഉദ്ദേശം 500 രൂപ വിലയുള്ള ഉൽപ്പന്നങ്ങളാണ് കിറ്റിലുണ്ടാവുക. സപ്ലൈകോ
വിവിധ കേന്ദ്രങ്ങളിൽ പാക്ക് ചെയ്യുന്ന കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചാണ് വിതരണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ വിതരണം നടത്തുന്നത് അന്ത്യോദയ വിഭാഗത്തിൽപ്പെട്ട 5,95,000 കുടുംബങ്ങൾക്കാണ്. പിന്നീട് 31 ലക്ഷം മുൻഗണനാ കാർഡുകൾക്ക്. ആഗസ്റ്റ് 13, 14, 16 തീയതികളിൽ അന്ത്യോദയ വിഭാഗത്തിനുള്ള മഞ്ഞ കാർഡുകൾക്ക് വിതരണം ചെയ്യും. തുടർന്ന് 19, 20, 21, 22 തീയതികളിലായി മുൻഗണനാ വിഭാഗങ്ങൾക്കുള്ള പിങ്ക് കാർഡുകൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യും. ഓണത്തിന് മുൻപായി ശേഷിച്ച 51 ലക്ഷത്തോളമുള്ള കുടുംബങ്ങൾക്കുള്ള നീല വെള്ള കാർഡുകൾക്ക് കിറ്റുകളുടെ വിതരണവും നടക്കും. ഇതുകൂടാതെ ഓണച്ചന്തകൾ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ആഗസ്റ്റ് 21 മുതൽ 10 ദിവസത്തേക്ക് നടത്തും. റേഷൻ കാർഡ് ഉടമകൾ ജൂലൈ മാസത്തിൽ ഏത് കടയിൽ നിന്നാണോ റേഷൻ വാങ്ങിയത് പ്രസ്തുത കടയിൽ നിന്നും ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതായിരിക്കും. ഇതുകൂടാതെ റേഷൻ കടകളിൽ നിന്നും കുറഞ്ഞ അളവിൽ ധാന്യം ലഭിച്ചു വന്നിരുന്ന മുൻഗണനേതര കാർഡുകൾക്ക് 15 രൂപ നിരക്കിൽ കാർഡ് ഒന്നിന് 10 കിലോഗ്രാം സ്പെഷ്യൽ അരിയുടെ വിതരണവും ആഗസ്റ്റ് 13 മുതൽ ആരംഭിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് എന്ന പേരിൽ വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. നിലവിലുള്ള വോട്ടർമാരുടെ ലിസ്റ്റ് കാണുന്നതിനുള്ള ലിങ്കാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് തെറ്റാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ പച്ച നമ്പർ ബോർഡുള്ള സംസ്ഥാന ഊർജ വകുപ്പിൻ്റെ കാറിൻ്റെ പടം മതസ്പർദ്ധ, രാഷ്ട്രീയ വിദ്വേഷം എന്നിവ ഉണ്ടാക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട്. രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളിൽ രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കുന്നത് പച്ച നിറത്തിലുള്ള ബോർഡുകളിലാണ്. രാജ്യത്താകെ പച്ച നിറത്തിലുള്ള ബോർഡാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് പ്രചരണങ്ങളും വസ്തുതാപരമായി തെറ്റാണെന്ന് PRDയുടെ ഫാക്ട് ചെക്ക് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ ചിലത് മാത്രമാണ് ഈ പറഞ്ഞത്. PRDയുടെ ഫാക്ട് ചെക്ക് സംവിധാനം ഫലപ്രദമായി ഇടപെടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ തുറന്നുകാട്ടലിന് പുറമെ നിയമ നടപടികളും ഉണ്ടാകും. മനുഷ്യൻ്റെ അവരനോടുള്ള കരുതലും സ്നേഹവുമാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാനും ഒരു സമൂഹത്തിന് കരുത്തായി മാറുന്നത്. ചെല്ലാനത്ത് ദുരിതമനുഭവിക്കുന്നവർക്കായി പോലീസ് ശേഖരിച്ച് നൽകിയ ഭക്ഷണപ്പൊതിയിൽ തനിക്ക് തൊഴിലുറപ്പിലൂടെ ലഭിച്ച 100 രൂപ വെച്ചുകൊണ്ട് കുമ്പളങ്ങി സ്വദേശിനി മേരി സെബാസ്റ്റ്യൻ നമുക്ക് കാണിച്ചു തന്നത് ഈ മാതൃകയാണ്. തൻ്റെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് അവർ കഷ്ടപ്പാടനുഭവിക്കുന്നവർക്കായി മാറ്റിവെക്കുകയായിരുന്നു. മനുഷ്യത്വത്തിൻ്റെ നിഷ്കപടമായ ഈ ആവിഷ്കാരങ്ങൾ
നമുക്കേവർക്കും പ്രചോദനമായി തീരട്ടെ. സഹായം കണ്ണൂരിലെ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിന് ആംബുലൻസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തിരുവനന്തപുരം ജില്ലയുടെ നേതൃത്വത്തിൽ തീരപ്രദേശങ്ങളിലെ 4770 ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും 5 ലക്ഷം രൂപയുടെ പോഷകാഹാരങ്ങൾ വിതരണം ചെയ്തു. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ അട്ടപ്പാടി മേഖലയിലെ അഗളി പുതൂർ പഞ്ചായത്തുകളിലെ CFLTCയിലേക്ക് 1,06,500 രൂപയുടെ സാധനങ്ങൾ കൈമാറി. തിരുവനന്തപുരത്തെ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും ചേർന്ന് ഓൺലൈൻ പഠന സഹായമായി 3 കുട്ടികൾക്ക് TV-യും 230 കുട്ടികൾക്ക് മൊബൈൽ ഫോണും കൈമാറി. KGOയെ തിരുവനന്തപുരം CFLTCകളിലേക്ക് 80 ബെഡ്, 80 തലയണ, 80 ബെഡ്ഷീറ്റ് എന്നിവ കൈമാറി. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന തിരൂർ താലൂക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 1,71,125 രൂപ. കേരള മഹിളാ സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി 1,00,000 രൂപ. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITU 1,00,000 രൂപ. AIYF കോതമംഗലം മണ്ഡലം കമ്മിറ്റി 75,000 രൂപ. AIYF മണ്ണാർക്കാട് മേഖല കമ്മിറ്റി 51,033 രൂപ. അഴീക്കോട് സ്മാരക വായനശാല കുഞ്ഞാലി സ്മാരക സ്പോർട്സ് ക്ലബ്ബ് പെനാങ്കിമട്ട 50,000 രൂപ. കടലുണ്ടിയിലെ മണ്ണൂർ കൃഷ്ണ AUP സ്കൂൾ അധ്യാപക KP സുജാത 50,000 രൂപ. ധർമ്മടത്തെ പരേതയായ തിരുവാനത്ത് മാണിയത്ത് രോഹിണിയുടെ മരണാനന്തര ചടങ്ങുകൾക്കായി നീക്കിവെച്ച 50,000 രൂപ കുടുംബാംഗങ്ങൾ കൈമാറി. കേരള ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ സെൻട്രൽ പ്രിസൺ യൂണിറ്റ് 40,000 രൂപ. CPI ഏലംകുളം ലോക്കൽ കമ്മിറ്റി 40,000 രൂപ. മടിക്കൈ സ്വദേശി ബാലകൃഷ്ണൻ മുനിസിപ്പൽ കോമൺ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ സഹജീവനക്കാർ നൽകിയ 1 പവൻ സ്വർണ്ണ നാണയം കൈമാറി. കൂത്തുപറമ്പ് രക്തസാക്ഷി സഖാവ് C ബാബു സ്മാരക മന്ദിരം കുണ്ടിയറ ദുരിതാശ്വാസ നിധിയിലേക്ക് 36,000 രൂപയും കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിന് 15,000 രൂപയും കൈമാറി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 2ാം ഗഡു 25,000 രൂപ. കതിരൂർ 4ാം മൈലിലെ റിട്ടയേർഡ് നഴ്സ് P ജാനകി പെൻഷൻ തുക 25,000 രൂപ. റെഡ് സ്റ്റാർ വില്ലേജ് മുക്ക് 27,300 രൂപ. മഹിളാ അസോസിയേഷൻ മടിക്കൈ സെൻറ്റർ വില്ലേജ് കമ്മിറ്റി എരിക്കുളം 20,000 രൂപ. ഇത്രയുമാണ് ഇന്ന് കൈമാറാനുള്ള വിവരങ്ങൾ.